എക്സ്ട്രീം പ്രോ ഷോൻ്റെ ബാക്ക് സ്റ്റേജിലേക്ക് പോയതിന് ശേഷം നേരെ പോയത് ഹാഷിം അബ്ബാസിനെ കാണാനായിരുന്നു. ഹാഷിം അബ്ബാസിനെ എല്ലാവർക്കും പരിചിതനായിട്ടുള്ള ഒരു പേഴ്സണാണ്. സൗദി ഇൻഫ്ലുവൻസറും ഗായകനുമായിട്ടുള്ളതും മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അറബ് വംശജനാണ് ഹാഷിം അബ്ബാസ്. ഹാഷിം അബ്ബാസിൻ്റെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും ഭയങ്കര രസകരമായിരുന്നു. അതിനുശേഷം എഡ്വിനും നമുക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള സുമേഷ് ചേട്ടൻ്റെ കൂടെയായിരുന്നു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തത്. അതിനുശേഷം ഓപ്പൺ ബോഡി ബിൽഡിങ്ങിൻ്റെ ഇൻഡിവിജ്വൽ പോസിംഗ് ആയിരുന്നു. അതിൽ ആദ്യമായിട്ട് വന്നത് അനീഷായിരുന്നു. അനീഷിനെ എല്ലാവർക്കും അറിയുന്നതാണ്, അത്രയും പെർഫെക്ഷനുള്ള ഒരു ബോഡി ബിൽഡറാണ്. പിന്നീട് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള മുസാദിക് മൂസയായിരുന്നു. മുസാദിക് മൂസയുടെ ഓരോ പോസിങ്ങിനും ആൾക്കാരുടെ എന്താ പറയുക അത്രയും ആവേശം നിറഞ്ഞ കയ്യടികളായിരുന്നു. പിന്നീട് ഇന്ത്യൻ ഹൾക്ക് അനൂജ് വന്നായിരുന്നു. അനൂജിൻ്റെ പോസിങ് വേറെ ലെവലിൽ തന്നെയായിരുന്നു. വളരെ നല്ല രീതിയിൽ ആളും പോസ് ചെയ്ത് പോയി. പിന്നീട് വന്നത് അരുണായിരുന്നു. ഫൈനലി പ്രഭു വന്ന് ആ സ്റ്റേജ് അങ്ങ് തൂക്കിയേട്ടാ. അത് കഴിഞ്ഞ് നമ്മളുടെ ടേണായിരുന്നു. NBFF ഫാമിലിയെ ജിജുവേട്ടനെ ആദരിക്കാനായി സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ് എക്സ്പീരിയൻസ്. നമ്മുടെ ചെയർമാൻ പ്രസാദ് സാറും എഡ്വിനും നമ്മുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രസിഡൻറ്റുമായിട്ടുള്ള ഷാജുവേട്ടനും നിശാന്തേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് മക്കളെ ചാമ്പ്യനെ പ്രഖ്യാപിക്കൽ. അനീഷും പ്രഭുവുമായിരുന്നു. ഫൈനലി ഇറ്റ് ഗോസ് ടു മിസ്റ്റർ പ്രഭു. എനിക്ക് ബിഗ് താങ്ക്സ് പറയാനുള്ളത് ജിജുവേട്ടനോടാണ്. ജിജുവേട്ട, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്.